നമസ്കാരം. എല്ലാവർക്കും നവരാത്രി ദിനാശംസകൾ. നവരാത്രി ഇന്ന് 4ാമത്തെ ദിവസമാണല്ലോ. അപ്പം നമ്മൾ ഇറച്ചി മീനും ഒന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇറച്ചി മീനും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാബേജ് കൊണ്ടൊരു 1.5 വട ഉണ്ടാക്കാമെന്ന്. എന്ത് നല്ല വടയാണെന്നറിയോ. ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ. അപ്പോൾ കാബേജ് കൊണ്ട് ഞാൻ വട ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം അടുക്കളയിലേക്ക് പോരും കേട്ടോ. ഈ കാബേജ് എന്ന് പറയുന്നത് ഒരു ലീഫി വെജിറ്റബിൾ ആണല്ലോ. നമ്മളുടെ സദ്യയിൽ 1ാമത്തെ തോരനായിട്ടാണ് എപ്പോഴും കാബേജ് ഉണ്ടാവുക. ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാബേജ് തോരൻ ഇല്ലാത്ത ഒരു സദ്യ ഉണ്ടാവില്ല. എല്ലാറ്റിലും ആദ്യ അവസാനം ഉണ്ടാവും. മൂപ്പര് അണിഞ്ഞൊരുങ്ങിയിട്ട് ഇലയുടെ ഒരു വക്കത്തായിട്ട് കാബേജ് തോരൻ. നിങ്ങൾക്കൊക്കെ കാബേജ് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ തൈറോയിഡ് ഉള്ളവർ കാബേജ് കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ഡോക്ടേഴ്സും. പക്ഷേ എനിക്കതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് കാബേജ് കൊണ്ട് വട ഉണ്ടാക്കാം. നന്നായി കഴുകി ചെറുതായി അരിഞ്ഞ കാബേജ്, 2 സവാള, മല്ലിയില, കറിവേപ്പില, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കടലപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ട്, 1.5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഉണ്ട്. പിന്നെ ഇതൊക്കെ ആവശ്യത്തിന് അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എപ്പോഴും ഒരു പിഞ്ച് എടുത്താൽ മതി കേട്ടോ. ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നന്നായിട്ട് മിക്സാക്കി. ഇത് നല്ല ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കാബേജ് കഴുകിയിട്ടുള്ള അതിൻ്റെ നനവുണ്ടാവുമല്ലോ. നല്ല ഷേപ്പാക്കി നമുക്ക് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പമാക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്കിത് ബോളായിട്ട് ഉണ്ടാക്കണം വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം അതിന് കാബേജ് ബോൾസ് എന്ന് പേരിടും ചെയ്യാം. ഇത് പരത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അതാണ് ഞാൻ അത് പരത്തിയെടുക്കാൻ പ്രിഫർ ചെയ്യണത്. ഇത് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കട്ടൻ ചായ നല്ല നമുക്ക് ഇഷ്ടമുള്ള ചായയുടെ ഒപ്പം കഴിക്കാം. ഇത് നല്ല കണ്ടോ, ഒന്നിങ്ങനെ ഷേപ്പാക്കിയാൽ മതി. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ, അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരത്തിയെടുത്തു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കാബേജ് മിക്സ് ഇട്ട് കൊടുക്കാം. ഈ 2 വടയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി അത് തമ്മിൽ ഒട്ടി പിടിക്കണ്ട. ഒരെണ്ണം കൂടി ഇടാം. 10 മയില് വന്നിട്ട് കൊത്തി തിന്നുണ്ട്. പ്രാണികളെയൊക്കെ മയിലിതാ ആ പറമ്പിൽ വന്ന് കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിറയെ മയിലുണ്ടെന്ന് ഞാൻ ഓരോ വീഡിയോസിലും പറയാറുണ്ടല്ലോ. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് നമുക്കിത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു പേടിയില്ല മയിലിനെ ആകെ. എന്നും വൈകുന്നേരം ആയ 6-7 ഉണ്ടാവും. നിറയെ അതിൻ്റെ കുട്ടികളും ഉണ്ട്. പണ്ടൊക്കെ നമുക്ക് ദൂരല്ലേ മയിലിനെ കാണാൻ പറ്റുക. ഇപ്പോൾ എല്ലാ പറമ്പുകളിലും മയിലുണ്ട്. രാത്രി എന്തോ ഒരു കരച്ചിലാന്നറിയോ. മഴക്കാറുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നമുക്ക് ഈ വടയൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഈ വൈറ്റ് കളറ് കാബേജിൻ്റെ ആണ് കേട്ടോ. വല്ലാതെ മഞ്ഞൾപ്പൊടി ഇട്ട ഒരു തരം ടേസ്റ്റ് കേടാണ്. അതാണ് ആ പാകത്തിനെ ഞാൻ ഇട്ടത്. അപ്പം തന്നെ കണ്ടില്ലേ വെളിച്ചെണ്ണയുടെ നിറമല്ല, മഞ്ഞ നിറം. അപ്പോൾ നമ്മളുടെ വട ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് വാങ്ങാം. വെളിച്ചെണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല കേട്ടോ.
അത് ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇടുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് വലിച്ചെടുത്തോളും. ക്രിസ്പി ക്രഞ്ചി ടേസ്റ്റി ആൻഡ് ഈസി കാബേജ് വട ഈസ് റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? വട ഇഷ്ടമായോ? വട ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനാശംസിക്കുന്നു.